ഹായ് ഡിയേഴ്സ്, നമുക്ക് കുഞ്ഞീഷ്ണൻ്റെ പക്കപ്പിറന്നാളിന് ഒന്ന് ചേർത്തലയിൽ കാർത്തിയാനി ക്ഷേത്രം വരെ പോകാമേ. എല്ലാ മാസവും കുഞ്ഞീഷ്ണനുമായിട്ട് ഞാൻ ഈ കാർത്തിയാനി ക്ഷേത്രത്തിൽ വരാറുണ്ട്. വേറൊന്നുമല്ല, അവൻ്റെയും ടൈമിങ് സെറ്റാകുമ്പോൾ വരാൻ പറ്റിയൊരിടം ഇതേ ഉള്ളൂ. പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകും, അടുത്തുള്ള അമ്പലങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കും അമ്പലത്തിൽ പോകാനുള്ള വലിയ ഇഷ്ടം കൊണ്ടും വലിയ ഭക്തി കൊണ്ടുമാണെന്ന്. അത് മാത്രമൊന്നുമല്ല, നമുക്കിഷ്ടമുണ്ട്. അതിനേലും ഏറ്റവും അമ്പലത്തിൽ ഞാനും കുഞ്ഞീഷ്ണനും വരുന്നതിൻ്റെ മെയിൻ അട്രാക്ഷൻ വലിയൊരു തുറന്ന പ്രദേശമാണല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും, വളരെ കാമായിട്ടുള്ളൊരു എൻവയൺമെൻറ്റും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതാണ് അമ്പലത്തിൽ വരാനുള്ള എൻ്റെ ഇഷ്ടം. കുഞ്ഞീഷ്ണനെ സംബന്ധിച്ച് കുഞ്ഞീഷ്ണന് എങ്ങോട്ടെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ വലിയ ഗ്രൗണ്ടിലൊക്കെ ഓടിക്കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെയും കുഞ്ഞീഷ്ണൻ്റെയൊക്കെ സമയം ഏകദേശം സെറ്റായിട്ട് വരാൻ പറ്റുന്ന ഒരിടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും ഈ ഒരു വരവ് മുടക്കാറില്ല. എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു കുഞ്ഞീഷ്ണനൊരു വയസ്സിന് ശേഷം അവൻ കാഴ്ചകളോടൊക്കെ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ എപ്പോഴും വരും. എല്ലാ മാസത്തിലൊരു വട്ടം ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞും ദീപാരാധനയൊക്കെ കഴിഞ്ഞും ഇവിടുന്ന് പോവാറില്ല. കുറേ പേരും കൂട്ടമായിട്ടിരുന്ന് സംസാരിക്കുകയും അവരുടെ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കുഞ്ഞീഷ്ണനും അതൊരു ശീലാക്കി. ഞങ്ങളും അവിടെ ഇരിക്കും, കുഞ്ഞീഷ്ണനും അവിടെ ഓടിക്കളിക്കും, ഞാനും അമ്മയും കൂടി അതൊക്കെ കണ്ട് അവിടെ ഇരിക്കും, കുറേ നേരം സംസാരിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വരുന്ന ആ എൻട്രൻസിൻ്റെ അവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന അതുപോലെ തന്നെ പൂക്കൾ വിൽക്കുന്ന കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും നോട്ടീസ് ചെയ്യും. ഇപ്പോൾ കുറച്ച് നിരന്തരം വരുന്നുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞീഷ്ണന് എല്ലാ മാസവും ആ ചേച്ചി ഞങ്ങൾ വരുമ്പോൾ ഒരു റോസപ്പൂ കൊടുക്കും. അത് മുടക്കമില്ലാതെ എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ റോസപ്പൂവൊക്കെ വാങ്ങി ഇതേ തിരിച്ചു പോരുകയാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക്